ഹലോ ഗീസ്, നമ്മളിത് ചെയ്യാൻ പോകുന്ന ഒരു ഷോർട്ട് ഗൺ ചലഞ്ച് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചലഞ്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന SMG ഗൺസും അതുകൊണ്ട് തന്നെ SG ഗൺസും ആണ് കേട്ടോ. അപ്പോൾ അതിലും വലിയ പ്രത്യേകത നമ്മൾ ഒറ്റയ്ക്കാണ് ഈ ഒരു മാച്ച് കളിക്കാൻ പോകുന്നത്. ഗീസ്, ആരെങ്കിലും കളിക്കേണ്ടി നമ്മുടെ കൂട്ടിന് കമന്റ് ഒന്ന് ഇട്ടേ കേട്ടോ, നമുക്ക് ഒരുമിച്ച് അടുത്തോട്ടും കളിക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ നാറോട്ടോ വില്ലേജിലിട്ട് വന്നിട്ടുണ്ട്. ആ ലോബിയിലോട്ട് വന്നിട്ട് ലോബിയിലാണ് കുറേ മൊണ്ണകളൊക്കെ ഇപ്പോൾ നമ്മൾ എന്തായാലും നമ്മാരെ അടിച്ചുറക്കുക ഷോട്ട് ഗണ്ണൊക്കെ വെച്ചിട്ട് പവറാവുന്നത് ബോയ് അടിക്കുക. ബോയ് അടിച്ച് പവറോ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഗണ്ണ് വെച്ചിട്ട് പോലും കളിക്കാൻ പാടില്ല. ഗീസ്, നമുക്ക് ഈ ഒരു ഗണ്ണ് വെച്ചിട്ട് എവിടെ ഇറങ്ങണം എന്ന് കൺഫ്യൂഷനാണ്. നമ്മൾ നേരെ പീക്കിലോട്ട് പോയിട്ടുണ്ട്. പീക്കിൽ പോയി 5-6 അവന്മാരെ എടുത്ത് ചാമ്പിയിട്ട് നമുക്ക് നേരെ താഴോട്ടൊക്കെ പോയിട്ട് എല്ലാത്തിനും ഉറക്കി ബോയ് അടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ നേരെ പീക്കിലോട്ട് വന്നിട്ടുണ്ട്. പീക്കിലോട്ട് ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് നേരെ കിട്ടിയത് മറ്റേ M80 ചെറിയ സംഭവമുള്ള അതിൻ്റെ പേര് എനിക്കറിയത്തില്ല, എന്തോ 18 എന്തോ സംഭവങ്ങളാണ്. അപ്പോൾ എന്നിട്ട് കബഡി ചെയ്ത് കഴിഞ്ഞ പേര് അറിയാമെങ്കിൽ നമ്മൾ നേരെ ചെന്ന് നമുക്ക് എന്തായാലും ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. തോംസൺ കിട്ടി. തോംസൺ വെച്ചിന്ന് അറിയും, എല്ലാത്തിനും അറിയും. തോംസൺ കിട്ടി വലത്തോട്ട് നോക്കിയപ്പോൾ എന്താ അവിടെ കിടക്കുന്നത് ഗൈസ്, നമുക്ക് മാഗ് കിട്ടി കേട്ടോ. മാഗ് കൊണ്ട് ഇന്ന് കുത്തിപ്പിടിച്ച് എല്ലാത്തിനും ഇടുക. അപ്പോൾ നമുക്ക് മാഗ് യൂസ് ചെയ്യാൻ കുത്തിപ്പിടിച്ച ആരും പറയില്ലേ. ആരുടെ ഇവൻ കുറച്ച് ഡാമേജ് കൊടുത്തപ്പോൾ പോലും അവിടെ മീനില്ല ഗൈസ്. പിന്നൊന്നുമില്ല, നമ്മുടെ ആയുധം എടുക്കോ മാഗ് എടുക്കോ കുത്തിപ്പിടി, അത്രേ ഉള്ളൂ. ഹെഡ് ഷോട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഹെഡ് ഷോട്ട്. ഓക്കെ, നമ്മൾ നോക്കിയപ്പോൾ അപ്പുറത്ത് ആരും ഒന്ന് ഫൈറ്റ് എടുക്കുന്നുണ്ട്. നേരെ വന്നപ്പോൾ തന്നെ ഇവിടെ എടുത്ത് അവൻ എന്നെ കൊണ്ടുകൊണ്ട് ഫസ്റ്റ് ഗ്ലൂട്ട് ഗൈസ്. ഞാൻ ജസ്റ്റ് അവിടെ കാത്തി നിന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ തല കുറച്ചടിച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അടിച്ച് പൊട്ടിച്ചതിൽ എന്തായാലും നമുക്ക് തന്നെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിന്നിട്ട് നമ്മളൊരു മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് ആ ഒരു സംഭവം നടന്നത്. എന്താണ്ട് അടുത്ത് അവ ഇട്ടു. എനിക്ക് ലാഗ് അടിച്ചിട്ട് വയ്യായിരുന്നു. ആ സമയം കൊണ്ട് മാഗ് എടുത്ത് കുത്തിപ്പിടിച്ച് തന്നെ ഫിനിഷ് ആക്കി. അപ്പോൾ എന്തായാലും നമ്മൾ റിവൈവ് ആയിട്ടുണ്ട്. ഇന്ന് എന്തായാലും അവനെ പറ്റുവാണെങ്കിൽ അവനെ തൂക്കുക, ഇല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലുമൊക്കെ തൂക്കിയിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ എന്തായാലും ആ സംഭവത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല ഗൈസ്. ആ ഒരു സംഭവത്തിൻ്റെ പേര് അറിയാമെന്നൊക്കെ കമൻറ്റ് ഇട്ടേക്കാം. ഫസ്റ്റാണ് അതിൻ്റെ മൂട്ടി വീഴുന്നത്. നല്ല ലാഗ് ഉണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്ത് നമുക്ക് നേരെ ചെന്നപ്പോൾ തന്നെ കുറച്ച് ഇത് ഗൺസ് കാര്യങ്ങളായി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ഗൺസ് വെച്ച് കളിക്കാവില്ല. കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചലഞ്ചിൽ നിന്ന് ഔട്ടാവുന്നതായിരിക്കും. ഈ കയ്യിൽ വെച്ചേക്കാൻ പറ്റാതെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ചെന്നപ്പോൾ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു, UMP കിട്ടിയിട്ടുണ്ടായിരുന്നു. UMP വെച്ച് എല്ലാത്തിനും അറിയുക. കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് താഴെ ഒരു വണ്ടി വന്നിപ്പോണ്ട് ഗൈസ്. അവിടെ ഏതെങ്കിലും ഒരുത്തൻ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവാണ്. എന്തായാലും ഇവിടുന്ന് ഒരു UMP കിട്ടിയിട്ടുണ്ട്. അതിന് വലിയ വിറ്റാണ്. ഇവിടെ ചെന്നപ്പോഴാണെങ്കിൽ ആളെ കാണില്ല, വണ്ടി മാത്രമേ ഉള്ളൂ. ഇവിടെ ഫുൾ ശൂന്യമാണ് കേട്ടോ. അവിടെ താഴോട്ട് പോയപ്പോഴാണ് അവിടെ ഡ്രോപ്പ് കിടക്കുന്നത്. ഡ്രോപ്പ് കിടപ്പോൾ എന്തായാലും അവൻ ഡ്രോപ്പിനടുത്താണ് നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ കേട്ടോ. നമ്മൾ നേരെ ഓടി ഡ്രോപ്പിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബൈക്ക് കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷേ ബൈക്കിൻ്റെ അടുത്താണ് ഡ്രോപ്പ് വന്ന് വീട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഡ്രോപ്പിൽ നമുക്ക് എന്താണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഷോർട്ട് ഗൺ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നേരെ നമ്മൾ ബൈക്ക് എടുത്തുകൊണ്ട് നോക്കിയപ്പോഴാണ് ഗൈസ് അവിടെ ഒറ്റയ്ക്ക് ഒരുത്താൻ നിൽക്കുന്നത്. നെറ്റ് പോയതാണെന്ന് തോന്നുന്നു. നമ്മൾ ഇറങ്ങി ചെന്ന് അവൻ്റെ തലയടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ബോട്ടിൻ്റെ തലയടിച്ച് പൊട്ടിച്ചെന്ന് പറയില്ല കേട്ടോ. അപ്പം അവനെ ഷോർട്ട് ഗണ്ണ് വെച്ച് ഫിനിഷ് ആക്കി കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് നമുക്ക് മേളയിൽ നിന്ന് അടി കിട്ടുന്നത് ഗൈസ്. നമ്മളൊരു ഗ്ലൂ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ലൂട്ട് മുഖ്യം ഗൈസ്. ലൂട്ടാണ് മുഖ്യം നമുക്ക്, എനിമി പോട്ടെ. അപ്പം അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് നമ്മൾ ഓട്ടയൊക്കെ വിളിച്ച് കയറുന്നത് ഗൈസ്. അടി മേടിക്കാനായിട്ട് ഓട്ടയും മേടിച്ചൊക്കെ വരുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. നേരെ നമ്മൾ UMP വെച്ച് ആദ്യം കുറേ ഡാമേജ് കൊടുത്തു. അപ്പോൾ ഇറങ്ങിയ സമയത്ത് തന്നെ അവൻ്റെ തലയടിച്ച് പൊട്ടി നമ്മൾ ഫിനിഷാക്കി വിട്ട് ഗൈസ്. ഇത്രയൊക്കെ ഉള്ളൂ, എൻ്റെ അടുത്ത് കളിക്കാൻ വന്ന ഇത്രേ ഉള്ളൂ. അവനെ അടിച്ചിട്ട് ലൂട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ആ ഒരു ക്യാറ്റ് സ്കില്ല് യൂസ് ചെയ്ത് നേരെ അത് വേറൊരു തന്നെ മണ്ടയിൽ പോയി അടിച്ച് കഴിച്ചു. ഇവിടെ ഫുൾ എനിമിയുടെ മഴയാണ് കേട്ടോ. നമുക്ക് മേളിലടുത്ത് നിൽക്കുന്നു. നേരെ നമ്മൾ ബൈക്ക് എടുത്ത് കറക്കിയൊക്കെ പോയിട്ട് അവൻ്റെ അടുത്ത് പോയിട്ട് ഒരടി അടിച്ചിട്ട് പക്ഷേ കൊണ്ടില്ല. അവൻ്റെ മൂട്ടി ചെന്ന് വീണ് കഴിച്ച് നൈറ്റ് ഗ്ലൂ. ഒരു ഗ്ലൂ ഇട്ടതിന് ശേഷം മേലോട്ട് കയറി അവൻ്റെ തലയടിച്ചെങ്കിൽ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ എന്തോന്ന് അറിയത്തില്ല, കിളി പോകണൊക്കെയാണ് കളിച്ചത്. മൂട്. അപ്പോൾ ഗൈസ് അത് കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പോഴത്തേക്കും താഴെ കൂടെ പോകുന്നു. അവന് കുറച്ച് ഡാമേജ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് നേരെ അവനെ ചേസ് ചെയ്യാം ഗൈസ്. നേരെ എന്തായാലും നമ്മൾ ബൈക്ക് എടുത്തിട്ടുണ്ട്. ബൈക്ക് എടുത്തുകൊണ്ട് നേരെ പോയിട്ട് എന്തായാലും ഫ്രണ്ടിലോട്ട് അടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും അവിടെ ഗ്ലൂ ഇട്ടിട്ട് നൈസായിട്ട് അവിടെ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. മറിഞ്ഞിട്ട് ഞാൻ എന്തായാലും നമ്മുടെ ഈ ഷോർട്ട് ഗണ്ണല്ലേ ഇരിക്കുന്നത്, നമ്മുടെ UMP ഇരിപ്പുണ്ടോ, ഞാൻ സ്കോപ്പ് ചെയ്ത് കുറച്ച് ഡാമേജ് കൊടുത്തു ഗൈസ്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഇച്ചിരി കോൺഫിഡൻസ് കൂടിപ്പോയി ഗൈസ്. ഇത്രയും പേര് അടിച്ചിട്ട് അപ്പോൾ നൈസായിട്ട് ഓടിച്ചെന്ന് കൊടുത്തു. അവൻ സ്കോപ്പ് ചെയ്ത് തലേ വെച്ചടിച്ചു വന്നു. അതിൽ ശുഭം നമ്മുടെ ചലഞ്ച് കാര്യങ്ങളൊക്കെ സക്സസ് ആണ്.